പഴയ നിയമ ഇസ്രയേലിനെ മിസ്രൈമി അടിമത്വത്തിൽ നിന്ന് വിടുവിച്ച് ചെങ്കടൽ കടത്തി 40 വർഷം മരുഭൂമിയിൽ പോറ്റി പാലും തേനും ഒഴുകുന്ന വാഗ്ദത്ത ദേശത്ത് കൊണ്ടുവന്ന് പാർപ്പിച്ചത് മറ്റാരുമല്ലായിരുന്നു, ജീസസ് ക്രൈസ്റ്റ്. അവരെ അനുഗമിച്ച ആത്മീയ പാറയിൽ നിന്ന് അവർ കുടിച്ചു. സ്തോത്രം. ആ പാറ ക്രിസ്തുവായിരുന്നു. അങ്ങനെയെങ്കിൽ ആ കർത്താവാണ് നമുക്ക് വേണ്ടി ഈ താഴ്ന്ന ലോകത്തിലേക്ക് വന്നത്, നമ്മെ രക്ഷിച്ചത്. ആ കർത്താവ് ഇന്നും നമ്മോട് കൂടെയുണ്ട്. ആ ഒരു ഉറപ്പും ധൈര്യവും നമുക്കുണ്ടാകട്ടെ. എബ്രായ ക്രിസ്ത്യാനികളെ യേശു ക്രിസ്തുവിൻ്റെ ശ്രേഷ്ഠത എന്തെന്ന് ഒരിക്കൽ കൂടെ അവരെ സ്തോത്രം ഓർപ്പിച്ചവരുടെ മനസ്സിനെ ഉണർത്തുന്ന ഒരു പുസ്തകമാണ് എബ്രായ ലേഖനം. അനേക ചിന്തകൾ നമ്മൾ ഈ മാസം ഇതിൽ കൂടെ ശ്രദ്ധിക്കുവാനിടയായി തീർന്നു. ഇന്ന് പകൽക്കാലം എബ്രായ ലേഖനം 11-ാം അധ്യായം അതിൻ്റെ 29-ാമത്തെ വാക്യവും 27-ാമത്തെ വാക്യവും വായിക്കാം. എബ്രായ ലേഖനം 11-ാം അധ്യായം 29-ാമത്തെ വാക്യം, 27-ാമത്തെ വാക്യം. വിശ്വാസത്താൽ അവർ കരയിൽ എന്ന പോലെ ചെങ്കടലിൽ കൂടി കടന്നു. അത് മിസ്രൈമ്യർ ചെയ്യുവാൻ നോക്കിയിട്ട് മുങ്ങിപ്പോയി. വിശ്വാസത്താൽ അവൻ അദൃശ്യ ദൈവത്തെ കണ്ടതുപോലെ ഉറച്ചു നിൽക്കയാൽ രാജാവിൻ്റെ കോപം ഭയപ്പെടാതെ മിസ്രൈം വിട്ട് പോന്നു. പ്രൈസ് ഗോഡ്. മോശയുടെ ജീവിതത്തോടുള്ള ബന്ധത്തിലാണ് ഇന്ന് പകൽക്കാലം നമ്മൾ ഈ വാക്യം വായിച്ചത്. എബ്രായ ലേഖനത്തിൻ്റെ 11-ാം അധ്യായത്തിൻ്റെ 23 മുതലുള്ള വാക്യങ്ങൾക്കകത്താണ് മോശയുടെ ചരിത്രം വിശ്വാസവീരന്മാരുടെ പട്ടികയ്ക്കകത്ത് എഴുതി ചേർത്തിരിക്കുന്നത്. അപ്പം ഇവിടെ നാം വായിച്ചു, വിശ്വാസത്താൽ അവർ കരയിൽ എന്ന പോലെ ചെങ്കടലിൽ കൂടെ കടന്നു. അത് മിസ്രൈമ്യർ ചെയ്യുവാൻ നോക്കിയിട്ട് മുങ്ങിപ്പോയി. മിസ്രൈമ്യരെയും ഇസ്രയേലരെയും ആ കാലഘട്ടത്തിൽ ആ സമയത്ത് തുലനം ചെയ്താൽ ഇസ്രയേലരൊന്നുമല്ല. മിസ്രൈമ്യരാണ് ശക്തന്മാർ. അവർക്കെല്ലാമുണ്ട്. ഇസ്രയേലിന് എന്തുണ്ടെന്ന് ചോദിച്ചാൽ ഒന്നുമില്ല ഈ ഭൂമിയിൽ കാണുവാൻ. പക്ഷേ വിശ്വാസമുള്ളവരോട് ചോദിച്ചാൽ പറയും, ഈ ഭൂമിയിൽ ഞങ്ങൾക്ക് ഒന്നുമില്ലെങ്കിലും ഈ ഭൂമിയിൽ ഉള്ളതിനേക്കാൾ വലുത് ഞങ്ങൾക്കൊന്നുണ്ട്. അത് ഞങ്ങളുടെ ദൈവമാണ്. സ്തോത്രം. ദൈവമുണ്ടെങ്കിൽ ബാക്കി ഒന്നുമില്ലെങ്കിലും ദൈവമക്കളെ സ്തോത്രം, നമുക്ക് നേടേണ്ടത്, നമുക്ക് പ്രാപിക്കേണ്ടത്, നാം പൂർത്തീകരിക്കേണ്ടത്, നമ്മെ കൊണ്ട് ചെയ്യിക്കുന്ന ഒരു ദൈവിക കൃപയുണ്ടെന്ന് ഇന്ന് പകൽ എത്ര പേർ തിരിച്ചറിയുന്നുണ്ട്? കരമുയർത്തി ദൈവത്തിന് സ്തോത്രം ചെയ്യാം.